എൻ്റെ പേര് ജോളി ജെയിംസ്. ഞാൻ ചന്ദ്രനഗർ ഇടവകയിൽ നിന്ന് വരുന്നു. ഒരു 3 ആഴ്ച മുമ്പ് എനിക്ക് എൻ്റെ വളർത്തുനായ്ക്ക് പെട്ടെന്ന് ഭയങ്കര പനി അസ്വസ്ഥതയും വന്നു. ഭക്ഷണം കഴിക്കാതായി. അപ്പോൾ ഹസ്ബൻഡ് വീട്ടിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ ഈ പട്ടിക്ക് എന്തോ അസുഖം വരാൻ പോവാ, ഇത് മാറ്റാൻ പറ്റുമെങ്കിൽ മാറ്റണം, അല്ല ഞാനിത് അനുഭവിക്കേണ്ടതാണെങ്കിൽ ഹസ്ബൻഡ് വരുന്നിടം വരെ ഇത് മാറ്റി വെക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചു. കാരണം എനിക്ക് പട്ടിയെ കൊണ്ട് ആശുപത്രി പോകാനൊന്നും പറ്റത്തില്ല. അന്ന് മുതൽ ഏതായാലും പട്ടി ഭക്ഷണം കഴിച്ചു. പിന്നെ ഹസ്ബൻഡ് വന്നതിന് പിറ്റേ ദിവസം പട്ടി വയ്യാത്ത പോലെ കാണിച്ചു. ഡോക്ടറെ അടുക്ക കൊണ്ടുപോയി. അപ്പം ഡോക്ടർ പറഞ്ഞു പട്ടിക്ക് ചെള്ള് പനിയാണ്, ഭയങ്കര മാരകമായ അസുഖമാണ്. പിന്നെ പട്ടിയുടെ കൗണ്ടെല്ലാം വളരെ കുറവാണ്, ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല. അങ്ങനെ അതിന് 3-4 മരുന്നൊക്കെ തന്ന് തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. പക്ഷേ 2-3 ദിവസം മരുന്ന് കൊടുത്തിട്ടും പനി എന്ത് ചെയ്താൽ കുറയത്തില്ല, പട്ടി എന്ത് ചെയ്താൽ ഭക്ഷണം കഴിക്കത്തില്ല. അപ്പം ഞാൻ വാരിയൊക്കെ കൊടുത്ത് നോക്കി, ഒരു രക്ഷയില്ല. അപ്പം ഇവിടെ ശുശ്രൂഷയുടെ ഇടയ്ക്ക് ഒരു ചേച്ചി സാക്ഷ്യം പറയുന്നത് കേട്ടു. മത്തായി 8:16-17 പറഞ്ഞപ്പോൾ അവരുടെ വീട്ടിൽ മകൾക്കും അവർക്കും അമ്മയ്ക്കും എല്ലാം പനി മാറി. അപ്പം ഞാനോർത്ത് ഇതൊന്ന് പരീക്ഷിച്ചാലോ, പട്ടിക്ക് എങ്ങനെ പ്രാർത്ഥിക്കാവോ? അപ്പോൾ എനിക്ക് ഭയങ്കര സംശയം. എന്താണെങ്കിലും വേണ്ടില്ല. ഞാൻ അന്നേരം ഒരു ശുശ്രൂഷ കഴിഞ്ഞു, ഒരു 3:30 സമയമൊക്കെയായപ്പോൾ ഞാൻ വെറുതെ ഒന്ന് പരീക്ഷിച്ച് നോക്കി. എന്നിട്ട് ഈ ഉറക്കായി പട്ടിക്ക് കേൾക്കാവുന്ന ഒച്ചത്തിലാണ് പറയണേ. മത്തായി 8:16-17 ഇങ്ങനെ 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പട്ടി എന്നെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കി. അത് കഴിഞ്ഞിട്ട് പനിയില്ല, ഒന്നുമില്ല. ഈ പട്ടി തന്നെ ഭക്ഷണം എല്ലാം കഴിക്കാൻ തുടങ്ങി. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഭയങ്കര സൗഖ്യപ്പെട്ടു. എനിക്ക് ഈ സാക്ഷ്യം ഒന്ന് പറയണമല്ലോ, അപ്പോൾ എനിക്ക് ഭയങ്കര പേടി. പട്ടിയുടെ സാക്ഷ്യമൊക്കെ ഇങ്ങനെ ഒന്ന് പറയാമോ? ഇതിനു മുമ്പ് ഈ പട്ടിയെക്കുറിച്ച് തന്നെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് 1 വർഷം എടുത്തിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ സാക്ഷ്യം പറഞ്ഞത്. അത് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പം ഈ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ആഴ്ച ഒരു ചേച്ചി വളർത്തുപൂച്ചയുടെ സാക്ഷ്യമൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് ധൈര്യമായി. അതുകൊണ്ടാണ് ഇന്ന് പറയുന്നത്. താമസിച്ചതിന് സോറി. പട്ടിക്ക് വളരെ സൗഖ്യമുണ്ട്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. നമ്മൾ മൃഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. കാരണം മൃഗങ്ങൾ വചനം കേൾക്കുമ്പോൾ അവർ മര്യാദക്കാരായിട്ട് മാറും. ഹല്ലേലൂയ. നമ്മൾ വചനം കേൾക്കുമ്പോഴും നമ്മുടെ മക്കൾ വചനം കേൾക്കുമ്പോഴും മര്യാദക്കാരാകുന്ന പോലെ തന്നെ മൃഗങ്ങൾ വചനം കേട്ടാൽ ആ വചനം കേൾക്കുമ്പോൾ അതിൻ്റെ കൃപ കിട്ടും. ഹല്ലേലൂയ.